ഇന്ന് ശനിയാഴ്ചയായിട്ട് ഐഷു ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. സ്കൂളിലോട്ടാണ് പോകുന്നത്. ഇന്ന് സ്കൂളിൽ ഓപ്പൺ ഡേ ആയിരുന്നു. ഓപ്പൺ ഡേയും പിന്നെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഐഷുവും കൂടെ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊട്ടിയാണ് ഈ കാണിക്കുന്നത്. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഓട്ടോക്കാരൻ ചേട്ടൻ ഊട് വഴി കൂടെ കയറി പോവുകയാണ്. അതായത് കൊട്ടിയത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ കൂടെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് റോഡെത്തി. ഇത് ഹോൾ ക്രോസ് റോഡാണ്. അങ്ങനെ റോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കൂളെത്തി. ഇതാണ് ഞങ്ങളുടെ ഓക്സിലിയം സ്കൂൾ. അപ്പം വന്നപ്പോഴേ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ കയറിയിരുന്നു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു, കുട്ടികൾ കേൾക്കേണ്ടുള്ള ക്ലാസ് അല്ല, അതുകൊണ്ട് ഐഷുവിനെയും ബാക്കിയുള്ള കുട്ടികളെല്ലാം മാറ്റി പേരൻസ് ഓറിയൻറ്റേഷൻ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. മൊബൈൽ അഡിക്ഷനെ പറ്റിയിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാനുള്ള സമയമായിരുന്നു. അങ്ങനെ എല്ലാവരും ക്ലാസ്സിലോട്ട് പോയി. ഐഷുവിൻ്റെ പേപ്പറൊക്കെ സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് സിനാൻ്റെതും കിട്ടി. മാർക്കൊക്കെ രണ്ടുപേർക്കും കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് മിഡ് സെം ആയതുകൊണ്ട് 25 മാർക്ക്. അപ്പം ഓക്കെ ആയിട്ടുള്ള മാർക്കൊക്കെ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഐഷുനി സ്ലൈഡിൽ നിരങ്ങണമെന്നും പറഞ്ഞ് ഒരേ ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി നിന്ന് കളിച്ചതിന് ശേഷം പിന്നെയും കറങ്ങി തിരിഞ്ഞ് ക്ലാസ്സിൽ എന്തോത്തിനോ പോയി ടീച്ചറിനെ കാണാം. അപ്പോഴത്തേക്ക് നമ്മുടെ ദിയായെ കണ്ടു. ദിയാടെയും പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ കിടന്ന് കളിയൊക്കെ ആയിരുന്നു. ഇത് സ്കൂളിലെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ബോഗൻവില്ല പൂക്കുന്ന സമയമാണല്ലോ ഇപ്പം. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം പൂ ഇത്തവണ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ, എന്നാലും നല്ല സൂപ്പറാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ രണ്ടുപേരും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ദിയാടെ വണ്ടിയിലാണ് തിരിച്ചു വന്നത്. അങ്ങനെ അവർ ഞങ്ങളെ കൊട്ടിയത്തോട്ട് ഡ്രോപ്പ് ചെയ്തു. അവർ വീട്ടിലും പോയി. അപ്പോഴത്തേക്കും ഐഷുവിന് ഭയങ്കര ദാഹവും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള വിശപ്പും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടത് കൊട്ടിയത്തുള്ള ന്യൂട്രൈസിലാണ്. അങ്ങനെ അവിടെ കയറി 2 ഐസൊക്കെ ഞങ്ങൾ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇതാ കൊട്ടിയം. കൊട്ടിയത്ത് ഇത് തന്നെയാണ് സ്ഥിരം. ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളുമാണ്. അങ്ങനെ അതിനുശേഷം കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഞാനും ഐഷുവും കൂടെ റിലയൻസിൽ കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പിറക്കിയിട്ട് ഒരുപാടൊന്നും വാങ്ങിയില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്തു. ഞങ്ങൾ കിട്ടിയ ഓട്ടോയിൽ കയറി ഞങ്ങൾ വീട് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.